ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വി ഗോപാൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ബാരോസ്. മോഹൻലാലിൻ്റെ സംവിധാനവും ആക്ടിങ് ചെയ്ത ഏറ്റവും പുതിയൊരു മൂവിയാണ് ബാരോസ്. ഇനി ബാരോസിനെ പറയാനാണെങ്കിൽ ഈ സിനിമ സത്യം പറഞ്ഞാൽ റിലീസ് ചെയ്യേണ്ടിയിരുന്നത് തിയേറ്ററുകളിലല്ല, വല്ല കാർട്ടൂൺ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ പോഗോയിലോ കൊച്ചു ടി വിയോ റിലീസ് ചെയ്തിരുന്നെങ്കിൽ നല്ല വമ്പൻ ഹിറ്റാകാൻ സാധ്യതയുള്ളൊരു സിനിമയായിരുന്നു. അത് തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പക്ക ഒരു കാർട്ടൂൺ രീതിയിലുള്ള സിനിമയാണ്, ആദ്യം തന്നെ പറയാം. പിന്നെ പറയാനാണെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോക്കാനാണെങ്കിൽ ഇന്നലെ വരെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് ഡിങ്കൻ, ലുട്ടാപ്പി അല്ലെങ്കിൽ അതുപോലുള്ള കഥാപാത്രങ്ങളായ മാജിക് മാലു. നാളെ മുതൽ ചിലപ്പം റോസ് പപ്പയാകാനുള്ളൊരു സാധ്യത ഈ മൂവിയിലൂടെ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം. നാളെ മുതൽ പിള്ളേർ ചിലപ്പം ബാറോസ് പപ്പ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതുപോലൊരു ത്രെഡാണ് മൂവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഇനി ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ഒരു നല്ല ഫാൻ ബേസ് മോഹൻലാലിനുണ്ടായിരുന്നു. ഇനി അത് LKG UKG അതിന് താഴോട്ട് ഒരു 3 വയസ്സ് തൊട്ട് LKG UKG അതിന് മുകളിലോട്ടുള്ളവരൊക്കെ മോഹൻലാലിൻ്റെ ഫാൻസ് ആകാനുള്ളൊരു സാധ്യത ഈ സിനിമയിലൂടെ വരാനുള്ള എല്ലാവർക്കും സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതാണ് ഈ സിനിമയുടെ ഒരു ഇതായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ അഭിനയത്തിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെങ്കിൽ, ഇതിൻ്റെ അകത്തൊരു പാവയുണ്ട്, ബാറോസിനെ നയിക്കുന്നതെന്നാണ് പുള്ളിയുടെ വിചാരം. പുള്ളിയെ അതൊരു കഥ, അത് ആനിമേഷൻ ചെയ്യുന്നതിന് പകരം ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ മലയാള സിനിമയിൽ തന്നെയുള്ള സൂരജ്, അതായത് ഞാൻ പറയാനാണെങ്കിൽ ഒരു കുട്ടിച്ചാത്തൻ ഒരു കഥാപാത്രമൊക്കെ ചെയ്യാൻ ഒരു ഒരു ടൈപ്പ് കഥാപാത്രങ്ങൾക്ക് ആപ്റ്റായ ആക്ടേഴ്സ് ഉണ്ടാവും. അവരാരെങ്കിലും ചെയ്തിൽ സാധനം ഹിറ്റായി. ഇത് ആനിമേഷൻ ചെയ്ത് കാരണം ഏറ്റവും വെറുപ്പിച്ചേക്കുന്നത് ഇതിൻ്റെ അകത്ത് ആ പാവയാണ്. അതിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു എന്നാൽ സിനിമ പണ്ടേ നല്ല രീതിയായി എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയിൽ ഏത് നേരവും ഒരു ഇസബല്ലയുണ്ട്, ഒരു ബാറോസ് പപ്പയുണ്ട്. ഇത് തന്നെ ഒരു 100 തവണ ഇതല്ല ബാറോസ് പപ്പ, ഇസബല്ല ബാറോസ് പപ്പ കേട്ട് ക്രിഞ്ച് ഓഫ് ദി നേഷന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എങ്ങനെയും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജ് ആയത്. സത്യം പറഞ്ഞു ഫസ്റ്റ് ഹാഫ് എൻ്റെ പൊന്നു മനുഷ്യമായിട്ട് സഹിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ളൊരു ഇതായിരുന്നു കഥ. ഇതൊരു ഞാൻ കഥ പറയുന്നില്ല, കാരണം ഇനി കാണാൻ പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞ് ബോറാക്കുന്നില്ല സംഭവം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തൊരു സംഭവം. പിന്നെ പറയാനാണെങ്കിൽ ഇതൊരു ഗോവയിലൊക്കെ നടന്നൊരു വിത്ത് ആസ്പദമാക്കിയുള്ള കഥയാണ്. ബോളിവുഡ് സ്റ്റൈലിലാണ് എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ അത്ര വലിയൊരു ഇതായിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അറിയപ്പെടുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ മോഹൻലാലുമാണ്. ബാക്കി എല്ലാവരും ഒരു പുതുമ ആക്ടേഴ്സാണ്. ഒരു 90% വിദേശികളാണ് സിനിമയ്ക്കകത്തുള്ളത്. ഒന്നും നമ്മൾ അറിയില്ല, ഒന്നുമില്ല. മോഹൻലാൽ വെച്ച് ബാക്കി ആക്ടിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വളരെ മോശം സംഭവം. ഒരു ടിപ്പിക്കൽ കാർട്ടൂൺ സിനിമ തന്നെയാണ്, ആനിമേറ്റഡ് മൂവി തന്നെയാണ്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത്ര വലിയ ഇഷ്ടപ്പെടാതൊന്നുമില്ല. അങ്ങനെ മോഹൻലാലിൻ്റെ മാസപരമായ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഒരു വിത്ത് കഥ, അതിനെ ആസ്പദമാക്കിയൊരു മൂവി. അത്രയേ ഉള്ളൂ ഇത് പറയാൻ. പിന്നെ പറയാനായി സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. അതെ, ഒരു പരീക്ഷണ മൂവി അല്ലെങ്കിൽ ഒരു ആനിമേഷൻ മൂവി എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇതൊരു നല്ല ഇതായിട്ട് തന്നെ. പക്ഷേ മോഹൻലാൽ ഇച്ചിരി നല്ല ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. അതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷെ അത് ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു. ഇപ്പം മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് പോയ ഫാൻസിന് വളരെ നിരൊരു മൂവിയാണിത്. ഇപ്പം മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളിലും നല്ല സ്ക്രിപ്റ്റ് നോക്കി പുള്ളി ചെയ്യുന്നില്ല. സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ തോന്നിയവണ്ണം ചെയ്തിട്ടങ്ങ് പോകണ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ബാറോസ്
ഇനി ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. ബാക്കി ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, ദഹിക്കില്ല. കാരണം അതുപോലൊരു മൂവിയാണ്. പിന്നെ ഈ സമയത്ത് അറിയിക്കുന്ന മാർക്കോയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മാർക്കോയെ വയലൻസ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുട്ടികൾ ഈ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സിനിമയിൽ കുട്ടിയെ അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ പോയി മാർക്ക കണ്ടോളാം, ഇല്ലെങ്കിൽ നിങ്ങൾ മടുക്കും. ആ രീതിയിലുള്ളൊരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് പറയാനാണെങ്കിൽ പരീക്ഷണ സിനിമയെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഇതായിട്ട് എനിക്ക് പറയാം. പക്ഷേ നല്ലൊരു അറ്റൻഡ് ആയിരുന്നു. പക്ഷേ ഇത്ര രീതിയിൽ ഇങ്ങനെ വെറുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എൻ്റെ അകത്ത്. പിന്നെ എനിക്ക് ആകെ പേടി ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തുടങ്ങി ഇതിൻ്റെ ആനിമേഷൻ സീക്വൻസ് ഒക്കെയാണ്. അത് കൊള്ളായിരുന്നു. ഉള്ളത് പറയണം, ഉള്ളതുപോലെ പറയണം. ആനിമേഷൻ സീക്വൻസ് കൊള്ളായിരുന്നു. ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മോഹൻലാൽ തന്നെ ഒരു സോങ് പാടി കോളാക്കി വെച്ചിട്ടുണ്ട്, വളരെ ഒരു കോളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഇമോഷൻസ് ഒന്നും ഒരു ഒട്ടും കണക്ട് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. അതെന്നെ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആസ് എ ആനിമേറ്റഡ് മൂവി ഇതൊരു ആവറേജ് മൂവി തന്നെയാണ്. പക്ഷേ പല ഭാഗത്തും പല രീതിയിലുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കഥ എഴുതിയത് ആരാന്ന് ആദ്യം നോക്കണം, അവനെ ആദ്യം ഓടിക്കണം. ഒരു കഥയും ഇല്ല, സ്ക്രിപ്റ്റും പോരാ. പിന്നെ എത്ര സംവിധാനം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏറ്റവും വെറുപ്പിച്ചിരിക്കുന്നത് ആ ഡോളാണ്, മോഹൻലാലിൻ്റെ മോളെ. അയ്യോ, പുള്ളിയുടെ വെറുപ്പീര് കേട്ട് കേട്ട് കേട്ടിട്ട് ക്രിഞ്ച് ഓഫ് ദി നേഷനാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് വരെ തോന്നി സത്യം പറഞ്ഞു. ഓഫ് കോഴ്സ് എന്താണ് ഇതല്ലേ എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിൽക്കില്ല. എന്താണ് കുട്ടികളായിട്ട് കുടുംബമായിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയ സിനിമ. മാർക്ക പോലെ അത്ര വയലൻസ് ഒന്നുമില്ല മൂവിയിൽ. ആ കാര്യത്തിൽ നല്ലൊരു ഇതുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് മുമ്പ് പറയാനുള്ളത്. സോ എബ്രാഹിം വരെ വെയിറ്റ് ചെയ്യാം. ഈ സിനിമ എന്താണ് റിലീസ് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുള്ളൂ, 1 ലൈഫ് 1 ഡ്രീം 1 ഫാഷൻ. താങ്ക് യു.